മേഘങ്ങളുടെ മേളിലാണ് താമസിക്കുന്നത്. മേഘമാണ്, പക്ഷെ കോടയും കൂടെ മിക്സ് ആണ്. കോടയും മേളിൽ നിൽക്കുന്ന ആ ഒരു ബ്ലാങ്കറ്റ് നമ്മുടെ മേഘങ്ങളാണ്. നമ്മള് താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ താഴെ പൂളുണ്ട്. ഈ പൂളിലോട്ട് ഇറങ്ങി 2 വീഡിയോ എടുത്ത് ഒരു തള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒടുക്കൻ തണുപ്പാണ് ഇവിടെ. ഇപ്പം ഒടുക്കൻ തണുപ്പ്, നല്ല തണുപ്പും മഴയും. ശ്രമിക്കുന്നതാണ്. നമുക്ക് ആദ്യം എന്താ പറയാ, വല്ലതും കഴിക്കാം. കഴിച്ചുകൊണ്ട് തുടങ്ങാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി ഗൈസ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. അത്യാവശ്യം നല്ല റൂമാണ്. ആ റൂമിൽ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങോട്ടുള്ള വ്യൂ ഇങ്ങനെയാണ്. നമുക്ക് കിടന്നുകൊണ്ട് ഈ മനോഹരമായ വ്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ റൂം അലങ്കോലായിട്ട് കിടക്കണം. അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഒരു 10 മിനിറ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒന്നും കാണാനില്ല. ഇങ്ങ് അകത്തോട്ടും കയറുന്നുണ്ട് കേട്ടോ. അത് റൂമിന്റെ അകത്തോട്ട് നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റും. നമ്മുടെ റൂമിന്റെ അകത്തോട്ട് ഇങ്ങനെ കോട കയറി പോണത്. ഇതാണ് ഉയരം കൂടുമ്പോഴും ചായക്ക് ടേസ്റ്റ് കൂടും എന്ന് പറയണം. ടേസ്റ്റ് കൂടി. വർഷങ്ങൾക്ക് ശേഷം അൽജു പൂളിലേക്ക് ഇറങ്ങാൻ പോവേ. തണുപ്പാടാ. സലീം കുമാർ മതി മതി ചാടി ചാടി പറഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ പേടി ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര വർഷത്തിന് ശേഷമല്ലേ? എത്ര വർഷമായി? 6 വർഷമായി അല്ലേ നീന്തിയിട്ട്? തണുത്ത് വിറയ്ക്കണ അൽജു. ഞാൻ പറ, എത്ര നേരം കണ്ട് പറയണ കയറാൻ. നല്ല അടിപൊളി മഴയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് അലേർട്ട് ആയി. നമ്മൾ എന്നിട്ട് വേണ്ടടുത്തിട്ട് പോവുകയാണ്. നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇറങ്ങി. ഓക്കെ, മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഈ ക്യാമറയിൽ നമ്മളെ വണ്ടി എടുക്കുമ്പോൾ അത് പ്രത്യേക കളറായിരുന്നു. റെഡും ബ്ലൂ, സ്വിമ്മിംഗ് പൂളിന്റെ ബ്ലൂവും കൂടെ അടിപൊളിയല്ലേ. 2 കാർ മാറ്റിയിട്ട് നമ്മളെ കാർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. 2 കാർ മാറ്റണം. അല്ല, ഒരു കാർ മാറ്റിയിട്ട് നമ്മളെ കാർ എടുക്കാൻ പറ്റുള്ളൂ. ഇത് മാറണം, ഇത് മാറ്റി ഇതുകൊണ്ട് വരണം. അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. ഇങ്ങനെയൊക്കെ ഇരുന്നത് വണ്ടി ഇങ്ങനെയൊക്കെ അതാണ് ഇങ്ങനെ. പിന്നെ മഴയും അടിപൊളിയല്ലേ. ഇത് കല്ല് തറയവൻ നടക്കണുണ്ട്. അത് മേളിൽ നിന്ന് വീണ കല്ലാണ്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. റോളിംഗ് സ്റ്റോൺസ് നമ്മൾ കാശ്മീര് എന്റെ അമ്പോ അതൊക്കെ ഈ വലിയ കഷ്ണം ഉണ്ടല്ലോ, ഇതുപോലത്തെ വലിയ വലിയ പീസ് വന്നിട്ട് ഇങ്ങനെ തറയിൽ കിടക്കും. കാശ്മീരിനെ വെച്ച് നോക്കുമ്പോ ഇവിടെയൊക്കെ ഇതൊന്നും ഒരു ഡിഫിക്കൽട്ട് ടെറൈൻ അല്ല അല്ലേ. പ്രശ്നം പറഞ്ഞാൽ മുകളിലൊക്കെ റോക്കൊക്കെ വന്ന് വീഴുന്നാലാണ് പണി. വണ്ടിയുടെ മേളിൽ റോക്കൊക്കെ കോട നോക്ക്. നല്ല ഭംഗിയില്ലേ? ഭംഗിയാണ്, പക്ഷെ മഴ പെയ്താലാണ് പ്രശ്നം. അതെ. അങ്ങനെ ഫൈനലി വി ആർ ഗോയിങ് ടു അവർ ഹോം ടൗൺ മൂന്നാർ. അതിമനോഹരമായ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ്. സൂപ്പർ ക്ലൈമറ്റ്. ഇപ്പൊ നമ്മുടെ കണ്ണി കാണുന്ന ഒരിക്കലും ക്യാമറ കിട്ടൂല. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പല ക്യാമറ യൂസ് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ തെളിയിച്ച സാധനമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എത്രയും വർഷം എത്ര വീഴാൻ കേട്ടാ. ഡേഞ്ചർ ഫ്രഷ് മണല്. നമ്മള് പല ക്യാമറ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അറിയായിരിക്കും. നമ്മള് ഇങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും ആ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ ഇത് കിട്ടില്ല. പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് വ്യൂ ഒക്കെ ഒരു 70% കിട്ടും, ബാക്കി 30% കണ്ണിനെ പറ്റൂ. അത് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് വ്യൂ ആണ് പ്രത്യേകിച്ച്. കാരണം നമ്മൾ കണ്ണിപ്പോ എന്തുമാത്രം സാധനങ്ങൾ ഫീഡ് ചെയ്ത് എടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. നല്ല കോടയെ എന്താണ് വകഞ്ഞു മാറ്റി. ബാംബു ബോയ്സിന്റെ കോടയെ വകഞ്ഞു മാറ്റി നമ്മൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. പേടിയാവും. അൽജു, അവിടെ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. പെരിയ കനാൽ വെള്ളച്ചാട്ടം. പെരിയ കനാലാ? പെരിയ കനാൽ. ചിന്ന കനാൽ, പെരിയ കനാൽ, 2 സ്ഥലം. മഴ മാറ്റണ്ട. കൊടയുണ്ടോ നിന്റെ? നമ്മുടെ കാറിന് കൊടയുണ്ടല്ലോ. അപ്പൊ എനിക്ക് പണിയായി. അല്ല, ഞാൻ കൂടെ വരട്ടെ. അപ്പം കൊഴപ്പില്ല, കൊടയോണ്ട് വരാം. കൊട ഓപ്പൺ ആക്ക്. ഒരു കമ്പി വിട്ടിരിക്കണമെന്നേ ഉള്ളൂ. മാഞ്ഞു പോയാ?
എങ്ങനെ ഇറങ്ങും? ഇറങ്ങണ്ട, നീ വാങ്ങിച്ചിട്ടോ. അമ്പാടാ, ആ മനുഷ്യൻ നിൽക്കുമ്പോഴത്തേക്കും ഒക്കെ അയാളെ ഇത് വെച്ച് കാണാൻ പറ്റും. കണ്ടോ റെഡി ആയി കാണും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇളനീരുണ്ടമ്മു. ഇളനീര് നല്ല ചൂടത്തല്ലേ ഇളനീരാണോ? മഴ താഴെ ഇളനീരുണ്ട്. ബ്രെഡ് ഓംലെറ്റ് ആണ് ചെയ്യുന്നത്. സോസ് റോഡ് അടയ്ക്കോ? ഏത് റോഡ്? റോഡെല്ലാം ബ്ലോക്ക് ചെയ്തു. ആ എപ്പോ? 6 മണിക്ക് പോയിട്ട്. അതെന്ത് പറ്റി? റെഡ് അലർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഓ അങ്ങനെ റെഡ് അലർട്ട് കൊടുക്കുമ്പോൾ ഇത് ബ്ലോക്ക് ആക്കും അല്ലേ? മൊത്തം ഇതിപ്പോൾ 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് ബ്ലോക്ക് ആവുന്നതാണ് പറയുന്നത്. ഓ അങ്ങനെ. അപ്പോൾ നമ്മൾ കറക്റ്റ് തീരുമാനമായിരുന്നു ഇന്ന് വീട്ടിൽ പോകേണ്ടത്. നിങ്ങളെ പേരെന്താ? അരുൺ. എവിടെ താമസിക്കുന്നത്? ദേവികുളം. നമ്മുടെ ദേവികുളമാണ് മൂന്നാറിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം. അപ്പം നിങ്ങളെ കാര്യമൊക്കെ കഷ്ടത്തിലാവൂലേ? മഴ വന്ന് റോഡ് ബ്ലോക്ക് ചെയ്താ? സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഓ പല്ല് പോവില്ലേ ഫ്രണ്ടിലൊക്കെ? കൊള്ളാമോ? വായു പൊളി. ചൂടാ? നല്ല ചൂട്, നല്ല ടേസ്റ്റ് കേട്ടോ. ആണല്ലേ? അല്ലെങ്കിൽ ഈ ബോയിൽഡ് അവിച്ച ചോളം നല്ല ടേസ്റ്റ് ആണല്ലേ? 6 മണിക്ക് റോഡ് അടയ്ക്കും. അപ്പൊ നമ്മുടെ അടുത്ത ഡെസിഷൻ നല്ലതാണല്ലോ. അതാണ് അതിലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണില്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ പല തീരുമാനം അപ്പൊ അതിലായിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്കൊരു വിഷമം വരും. പക്ഷെ എന്തായാലും നല്ലതിനായിരിക്കും അത് പിന്നെ നല്ലതിനായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് നാളെ മറ്റന്നാളെ ഇറങ്ങാതിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു. താങ്ക് യു അല്ല. നമുക്ക് കഴിച്ചിട്ട് അങ്ങ് പോവാം. സൂപ്പർ റോഡാണ്. ജ്യൂസ് എന്തോ ഒന്നും കണ്ടുകൂടെ. ഇങ്ങോട്ട് ഒരു കട ഇരിക്കണത്. അയ്യോ കള്ളല്ലേ. വീണ്ടും ഒരു വെള്ളച്ചാട്ടം. വീണ്ടും ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയാമോ? അടിപൊളി. ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ ഗസ് മാത്രമാണെന്ന്. എന്താണ്? ഞാൻ ഈ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പോവാം, വീട്ടിൽ പോവാം. അല്ല ന്യൂസിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ റോഡ് ക്ലോസ് ഉണ്ടാവും, റോഡ് അടയ്ക്കും, ഇന്നത് എനിക്ക് അറിയണ്ടായിരുന്നു. എന്റെ മനസ്സിൽ തോന്നി പോവാന്ന് വിചാരിച്ചത് കറക്റ്റ് ആയി. നന്നായി. മഞ്ഞൊക്കെ ഇനി നമ്മള് ഏകദേശം കുറെ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത് കേട്ടാ. നമ്മള് എരുമേലി ആ ഭാഗത്തൂടെ ഒക്കെ പോകുമ്പോഴേ ഈ വാഗമണ്ണിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യും. നല്ല ഭംഗിയാണ്. പക്ഷെ ആ റോഡ് പൊളിയാണ്, വാഗമൺ റോഡ്. അപ്പൊ ഇന്ന് ഫുള്ള് നമുക്ക് ഈ കാഴ്ചയായിരിക്കും. അതായത് തേയിലത്തോട്ട് നമ്മൾ കണ്ട് ഇന്ന് ഫുൾ എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി. സമയമുണ്ട്, നമുക്ക് ഇന്ന് എത്ര മണി? രാത്രിക്ക് മുമ്പ് എത്തണമെന്നേ ഉള്ളൂ. ഇവിടെ കാരണം മഴയായ രാത്രി ഓടിക്കുന്നത് സേഫ് അല്ല. എടാ 12:30 ഉച്ചക്ക് 12:30 നമ്മൾ ഈ കോട കാണുന്നത്. ഇത് രക്ഷയില്ല. ഓ ഇത് അടിപൊളിയല്ലേ? എന്ത് സുഖം. മൂന്നാർ ഒരു ഭംഗി. മഴ വേണ്ടായിരുന്നു, കോട മാത്രം മതിയായിരുന്നു അല്ലേ? തകർപ്പൻ കോട എക്സ്ട്രീം. സത്യം. ലോറി പറഞ്ഞു ബാക്ക് ചെയ്ത്. ലോറി ചേട്ടൻ വയ്ക്കോ? വെറുതെ തലയില് വെറുതെ രസത്തിന് പറിക്കാൻ പോകുമ്പോ അൽജുദാ പോയി. അൽജു പൂ മോഷ്ടിച്ചു. ഒരു പൂ വെച്ചപ്പോ ഒരു 5-6 സെറ്റ് പൂ. താങ്ക് യു. ഫ്രീ. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ? അടിപൊളിയല്ലേ പൂ കാണാൻ? നല്ല ഭംഗി. ഒരു ചെറിയ ചെറിയ പൂക്കളൊക്കെ നല്ല ഭംഗിയല്ലേ? അതെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ നല്ല അടിപൊളി കാണാൻ. ഏതോ കാട്ടുപൂവും പറിച്ചെടുത്തോണ്ട് വണ്ടി വെച്ചോട്ട് വീട്ടിൽ പോട്. 30-50 എന്താണ്? ഏത് 50? വലുതാ? 50 എടുത്തോ. ടേസ്റ്റ് നല്ല ഫ്രഷ്. എനിക്ക് ഇറങ്ങാം, ചേട്ടൻ എടുത്തു മതി. നല്ല അടിപൊളി ക്യാരറ്റ്. ഇത് ചേട്ടൻ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തക്കാളി പോലും വാങ്ങിക്കാറുണ്ട്. ഞാൻ കെട്ട തക്കാളി എടുത്തോണ്ട് തിരുവനന്തപുരം വരെ കൊണ്ടുപോകണം. നല്ല 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 സാധനം എടുത്തു. അങ്ങനെ നമ്മൾ ക്യാരറ്റ് വാങ്ങാൻ നിർത്തി. നല്ല ഫ്രഷ് ക്യാരറ്റ് ഇവിടെ വിൽക്കുന്ന കണ്ടു. കവർ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വലിയ ഒരു പ്രശ്നം മനസ്സിലായോ? ശരി.
കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു. അല്ലല്ല ഇവിടെ വെക്കാൻ പാടില്ല അല്ലേ? വയ്ക്കാൻ പോല വെച്ചാൽ ചിലപ്പോൾ അവർ വരും. അതെ. രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ വന്ന് പോലീസുകാർ രണ്ട് ഭാഗത്തുനിന്ന് വന്ന് ആ ചിലപ്പോ അവരെ വന്ന് നിർത്തും. ആ ചിലപ്പോ നമ്മൾ സാർക്ക് നമ്മൾ കൊടുക്കുമ്പോ അവര് സത്യം നോട്ടാക്കും. അതെ നീ എന്നാ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അവർ എന്തെങ്കിലും പറയും. ശരി. പേരെന്താ ഏട്ടൻ്റെ? കേട്ടില്ല. ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് കണി. കനി. ശരി, പോയിട്ട്. ശരി. ഈ ക്യാരറ്റ് വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. കാരണം നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് സാധാരണ ക്യാരറ്റ് ഒക്കെ മേടിക്കാറ്. വഴി വെച്ചിരിക്കുന്നുണ്ടോ? ഹൽജു അടിപൊളിയല്ലേ? അടിപൊളിയാണല്ലോ ഈ വ്യൂ. ആ ലേക്ക് അതിമനോഹരം ഈ വ്യൂ. അലിഞ്ചോസ് പെരേറ നീ. അതിമനോഹരം മനോഹരമാണല്ലോ വ്യൂ വ്യൂ വ്യൂ. നമ്മുടെ വ്യൂ. ഇവിടെ തേയിലത്തോട്ടങ്ങളുണ്ടാ? അവിടെ ഉണ്ടല്ലോ. ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. ഓ സൂപ്പർ, രക്ഷയില്ല. അവിടെ ഇറങ്ങി കുളിച്ചാലാ? എന്നിട്ട് ഞാൻ അതുവഴി പോവാ ഒഴിവി. ഓ അമ്മൂ. ആ ബസ് പറഞ്ഞോ? ഓ അതടിപൊളി കേട്ടാ. സെന്റ് അൽഫോൻസ്. ഈ ബസ്സുകാരെ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മളെ വണ്ടി പറഞ്ഞ ഇതുപോലെ എടുത്തു. മൈന, കുരുവിയൽ, പ്രകൃതി, കിടിലം പ്രകൃതി. പ്രകൃതി കാണണമെങ്കിൽ ഒരിടത്തും പോണ്ട. മൂന്നാർ വന്നാ മതി. ക്യാമറയില് കുറച്ച് കിട്ടണുള്ളൂ. സ്വതന്ത്ര വിഹാരത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. എലിഫന്റ്സ് ഹാവ് റൈറ്റ് ഓഫ് വേ, ഡു നോട്ട് ഒബ്സ്ട്രക്ട്. എന്നിട്ട് എലിഫന്റ്സിനെ കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടാവോ? തപ്പാ. നോക്ക് എലിഫന്റ് നോക്ക്. പശു ഒക്കെ നിൽക്കണം, എലിഫന്റ് ഇല്ല. ആ ലേക്ക് നോക്ക്. തടാകം, സൂപ്പർ തടാകം, ഒരു ബ്രിഡ്ജ്. രസം തന്നെയല്ലേ? എലിഫന്റ് ഒന്നും ഇല്ല അൽജു. അപ്പൊ നമ്മൾ അരിക്കൊമ്പ എവിടെയായിരുന്നു? എന്റെ പാവം ആനകളൊക്കെ സേഫ് സോണിൽ നിൽക്കുന്നായിരിക്കും. ഒരു രസം തന്നെയല്ലേ ആന. ഹായ്. എപ്പോഴും ക്യാമറ എടുക്കുമ്പോൾ ചപ്പു ചോറും വന്ന് പുല്ലും വന്ന് ബ്ലോക്ക് ചെയ്യും. റൂട്ട് തെറ്റിയ ഇത് തേരി എത്തിയ നീ എവിടെ പടച്ചു? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അയ്യോ മാപ്പ് ഇങ്ങനെ നോക്ക്. ഈ കാഴ്ച കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വഴി വന്നത്. എങ്ങനെയുണ്ട്? വഴി തെറ്റി എങ്ങോട്ടോ തിരിഞ്ഞു പോണമായിരുന്നു കേട്ടോ. പൊള്ളാച്ചി എത്തി ഗൈസ്. ആരും അറിയട്ടെ. എന്താ നൽകി? നമ്മളെ ആ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്താണ് പോകേണ്ടിരുന്നത്. നമ്മളെ ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട്. ഞാൻ ആ പ്രകൃതി ഭംഗിയെ കണ്ടങ്ങ് വന്ന് അങ്ങനെ വന്ന് മധുര റോഡിലോട്ട് കയറി. ഇനി നേരെ പോയ മധുര. നമ്മളങ്ങനെ തിരിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുക്കണമായിരുന്നു അല്ലേ വണ്ടി? അല്ല സാധാരണ എനിക്ക് അവിടെ കറക്റ്റ് എന്ത് പറ്റിയത്, എനിക്ക് തെറ്റു പറ്റിയെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ നീ ആര്? അങ്ങനെ ഗൈസ് നമ്മൾ കറക്റ്റ് റോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരു 10-15 കിലോമീറ്റർ അൽജു അറിയാതെ പോയി. ഞാൻ വേറെ ട്രാവലർ നീ അല്ലടാ പറഞ്ഞ ട്രാവലർ. നീ അറിയാതെ എല്ലാം അനങ്ങൂല. എന്താണ് നീ എവിടുത്തെ ട്രാവലർ? മൂന്നാർ ട്രിവാൻഡ്രം വരാറുടെ. നീ എവിടുത്തെ ട്രാവലറാടാ? അങ്ങനെയല്ല സംഭവം. ഞാൻ വേറൊരു കാര്യത്തിലായി. തെറ്റാറില്ലല്ലോ നിനക്ക്. എങ്ങനെ തെറ്റി? ഫിനാൻഷ്യൽ കാര്യങ്ങളിലെ കാൽക്കുലേഷനിലായിരുന്നു. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കിളി പോയി അങ്ങ് പോയി. ആ തമിഴ്നാട് എത്തിയപ്പോഴേ എത്തിയ. പക്ഷെ വലിയ ദൂരമൊന്നും ഇല്ല, 5-6 കിലോമീറ്ററേ ഉള്ളൂ. 5-6? അതല്ല നിങ്ങൾ പറഞ്ഞു പൂപ്പാറയിൽ നിന്ന് തമിഴ്നാട് ബോർഡർ വരെ പോകാൻ എത്ര കിലോമീറ്റർ ആവും? അത് നിങ്ങൾ കമന്റ് ചെയ്യുക എത്ര കിലോമീറ്റർ ആവും. നമുക്ക് അത്ര കിലോമീറ്റർ തെറ്റിച്ചു. ജീവിതത്തിൽ ഇനിയിപ്പോ അമ്മയാണെങ്കിൽ ഇതും കൊണ്ട് ഇനി എനിക്കൊരു തീർപ്പ് ചീട്ടായി. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങോട്ട് നീങ്ങുകയാണ്. നമുക്കിനി എവിടെയെങ്കിലും എത്തിയിട്ടൊക്കെ കാണാം. ബ്രേക്ക് എടുത്ത് ചായ കുടിക്കാനായിട്ട് നമ്മുടെ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ ഇവിടെ തണുപ്പ് കണ്ട
നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? ഇവിടെ തണുപ്പ് ഇപ്പൊ മാത്രമാണ് ഇങ്ങനെ, അത് എപ്പോഴും ഇങ്ങനെയാണോ? അല്ലെങ്കിൽ തണുപ്പില്ല. ഇത്ര തണുപ്പില്ല. നമ്മള് വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടത്തിൽ. വളഞ്ഞെങ്ങാനോ? വളഞ്ഞെങ്ങാനും. ഓ, എന്ത് ഭംഗി കാണാൻ. വളഞ്ഞെങ്ങാനും. ആഹാ, അടിപൊളി. അത് കൊരങ്ങ. എവിടെ? എടാ, ഇതിന്റെ മണ്ടേ കയറി ഇരിക്കണടാ. കണ്ടാ കൊറേ ഉണ്ട്. യാത്ര വൈകുന്നേരമായില്ലേ? വഴിയിലൊക്കെ ഒരുപാട് കാഴ്ച. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഫുൾ വൈബ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ മാത്രമേ വീഡിയോ ഓൺ ആക്കണുള്ളൂ, അല്ലേ മൂ? അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ മൂ? ഹൈ റേഞ്ച്, നമ്മൾ ഹൈലി ഡേഞ്ചർ. നമ്മളങ്ങനെ ഹൈ റേഞ്ച് ഇറങ്ങി താഴെ വന്നു. ഇപ്പൊ എരുമേലി ടൗണിലെത്തി. ഈ പള്ളിയിലെ മറ്റേ പള്ളി പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും വീഡിയോയിൽ കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആയിരിക്കണം. ഇത് തന്നെ മറ്റേ എരുമേലി. അസ്സലാമലൈക്കും. നമസ്കാര നമ്മൾ എരുമേലി എത്തി. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മള് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. ഫുഡ് കഴിച്ചാലോ? കുറെ ഫുഡ് രാവിലെ കഴിച്ചിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കോണും ബ്രെഡ് ഓംലെറ്റും കഴിച്ചു. പിന്നെ ഇപ്പൊ സമയം എത്രയായി? 6 മണിയായി. ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാം. ഓക്കെ. അല്ല, മയണൈസും പൊറോട്ടയും അൽഫാം. ഇവിടെ അങ്ങനെ ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. വന്നിട്ടാണ് ഒരു ഹോട്ടൽ എത്തിയത്. നല്ല ഹോട്ടലായിരുന്നു. വയല് മൊത്തം വെള്ളം. ഗുഡ് ഫോർ യു. അങ്ങോട്ട് പറഞ്ഞത് ഗുഡ് ഫോർ യു. നിങ്ങൾക്ക് നന്നായിരിക്കും. സംസാരിക്കാൻ പറ്റത്തേ. ഓക്കെ. ഓക്കെ, സോ പിന്നെ വീഡിയോ ബൈ.